പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവിരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ഏത് സാഹചര്യത്തിലും ആര് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും കർത്താവ് നമ്മളോട് കൂടെ ഇരുന്നാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭയപ്പെടാനില്ല. ആരെല്ലാം മാറിക്കളഞ്ഞാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടാനോ പേടിക്കാനോ ഇല്ല. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 21-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു, കാരാഗ്രഹം പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. പ്രൈസ് ദി ലോർഡ്. യോസഫ് എന്ന ദൈവ മനുഷ്യനെ കുറിച്ച് വളരെ പരിചിതമുള്ളതാണ് നമുക്കേവർക്കും. വിശുദ്ധ വേദപുസ്തകം വളരെ വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ ദൈവത്തിന്റെ ശബ്ദത്തിനു വേണ്ടി നിലകൊണ്ടൊരു മനുഷ്യനെന്ന് യോസഫിനെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാലഘട്ടം മുഴുവൻ യോസഫ് അനുഭവിച്ച തിക്താനുഭവങ്ങൾ, വേദനകൾ വളരെ വലിയതാണ്. താൻ പോലും ചിന്തിക്കാത്ത നിലകളിൽ താൻ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ, സഹോദരന്മാരോട്, അപ്പനോടൊക്കെ അത് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ, നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ അവനെ പഴിക്കുകയും പരിഹസിക്കുകയും ദുഷിക്കുകയും പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുകയും അവിടെ നിന്ന് ഇശ്മായേലിനെ കച്ചവടക്കാർക്ക് വിൽക്കുകയും തീർന്നില്ല, അവിടെ നിന്ന് പൊത്തിപ്പേറിന്റെ ഭവനത്തിലേക്ക് പോകുകയും ചെയ്യുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നു. എന്നാൽ കണ്ട വാഗ്ദത്തവും കേട്ട വാഗ്ദത്തവും താൻ കണ്ട സ്വപ്നവും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലാതെ, യാതൊരു സാമ്യവുമില്ലാതെ ലൈഫിനകത്തേക്ക് താൻ തള്ളപ്പെട്ടു പോവുകയാണ്. ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചില വ്യക്തികളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. നിങ്ങൾ കേട്ട ദൈവശബ്ദവും നിങ്ങൾ കണ്ട ദർശനവും നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ യാതൊരു തരത്തിലും തമ്മിലൊക്കാത്ത നിലയിൽ രണ്ടും രണ്ട് ദിശയിൽ, എതിർദിശയിൽ സഞ്ചരിക്കുന്നത് പോലെ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ പോകുന്നത്. പലപ്പോഴും നാം നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, എനിക്ക് വാഗ്ദത്തമുണ്ടോ? എന്നോട് തന്നെ പറഞ്ഞ പ്രവചന വാക്കുകളാണോ അത്? കാരണം ജീവിതവുമായി തുലനം ചെയ്തു നോക്കുമ്പോൾ ആ പ്രവചനവും എൻ്റെ ജീവിതവുമായി ഒട്ടും സാമ്യപ്പെടുത്താൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, യോസഫിനോട് ചോദിച്ചാൽ യോസഫ് പറയും, കണ്ട സ്വപ്നത്തിന് വിപരീതമായി എൻ്റെ ജീവിതത്തിൽ പല വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് അടിവരയിട്ട് പറയുന്നൊരു സന്ദേശം, നിങ്ങളെ കേൾപ്പിച്ച ദൈവിക സന്ദേശവും നിങ്ങൾ കണ്ട ദർശനവുമായി വിപരീത ദിശയിലാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, പറഞ്ഞ വാഗ്ദത്തം എവിടെ? ഇന്ന് ഈ സന്ദേശം പറയുമ്പോഴും ചിലരെ നോക്കി ഞാൻ വളരെ വ്യക്തതയോടെ പറയാൻ ആഗ്രഹിക്കുന്നു, എതിർദിശയിൽ നിങ്ങളുടെ വാഗ്ദത്തവും നിങ്ങളും സഞ്ചരിക്കുന്നെങ്കിൽ അതിവേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി അയച്ച് ആ വാഗ്ദത്തങ്ങളെ നിങ്ങളുടെ കരത്തിൽ തരുന്നൊരു ദൈവമാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ തന്റെ ജീവിതത്തിന് എൻഡിങ് പോയിന്റ് ആണ്. ഇനി സ്വപ്നത്തെ ആരോർക്കാനാണ്? ഇനിയും ആ വാഗ്ദത്തത്തെ ആരോർക്കാനാണ്? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ജീവിതത്തിന്റെ അവസ്ഥകൾ കണ്ടിട്ട് ഒരു പക്ഷെങ്കിൽ നാം ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം, ഇനി ആ വാഗ്ദത്തം എന്ന് നടക്കാനാണ്? ഇനി ആ വാഗ്ദത്തത്തിന് വല്ല ചലനമുണ്ടാകും? ഇനി ആ പ്രവചന ശബ്ദത്തിന് വല്ല ചലനവും ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഒരു പക്ഷെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കാണും. ഞാനെൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ഏത് കാരാഗ്രഹത്തിൽ കൊട്ടിയടയ്ക്കപ്പെട്ടാലും, ഏത് പൊട്ടക്കിണറ്റിൽ വീഴേണ്ട വന്നാലും, ഏത് സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞാലും, വാക്കു പറഞ്ഞവൻ സർവശക്തനായ ദൈവമാണെങ്കിൽ ഏതു കാരാഗ്രഹത്തിനകത്തു നിന്നും, ഏതു പൊട്ടക്കിണറ്റിന്റെ അനുഭവത്തിനകത്തു നിന്നും
നമ്മെ കരം പിടിച്ചു പുറത്തു കൊണ്ടുവരുവാൻ ആ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിച്ചു കേൾക്കുവാനിടയായി തീർന്ന തിരുവചനം, യോസഫിനോട് കൂടെ ദൈവം ഇരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ ഉലകം മുഴുവനും നമുക്കെതിരായാലും, നമ്മുടെ കൂടെ കാണുമെന്ന് പറഞ്ഞവര് നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞു മാറിപ്പോയാലും നാം ഭയപ്പെടേണ്ടതില്ല. കാരണം വാക്കു പറഞ്ഞവൻ സർവലോകത്തെയും ഒറ്റ വാക്കുകൊണ്ടുള്ള വാക്യവനാണ്. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, വായിച്ചു കേട്ടത് യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം കൃപ നൽകി. ഹല്ലേലൂയ. നാം ഏത് കൊടും വേദനകൾക്കകത്തകപ്പെട്ടു പോയാലും നമ്മോട് ദയ തോന്നത്തക്കവണ്ണം ചിലരെ ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എനിക്കാരുമില്ല, എന്നെ ഈ അധമപാതാളത്തിൽ നിന്ന്, എന്നെ ഈ കുരുക്കിൽ നിന്ന്, എന്നെ ഈ വേദനയ്ക്കകത്തു നിന്ന് രക്ഷപ്പെടുത്താൻ, കരം പിടിക്കാൻ എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് ചോദിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, ഏതു വലിയ പ്രതിസന്ധികൾക്കകത്താണെങ്കിലും താങ്കളോടുള്ള വാഗ്ദത്തം നിവർത്തിക്കാൻ, താങ്കളോടുള്ള ദൈവിക പ്രവചനം നിവർത്തിക്കാൻ ചിലർക്ക് താങ്കളോട് ദയ തോന്നത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചലിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വചനം ധ്യാനിച്ച് കേട്ട വചനവും കേട്ട വാഗ്ദത്തങ്ങളും നൽകി ലഭിച്ച പ്രവചന ദൂതുകളും ഒന്ന് ഓർത്ത് ദൈവത്തിന് ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ. അങ്ങ് കേട്ട വാഗ്ദത്തവും അങ്ങയുടെ ജീവിതവും തമ്മിൽ ഒരുമിപ്പിക്കാനുള്ള ദൈവത്തിന്റെ സമയം അടുത്തു കഴിഞ്ഞു. ചിലർക്ക് ദയ തോന്നത്തക്ക നിലയിൽ, ചിലർ കൂടെ നിൽക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചലിക്കും. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവവചനത്തിന് മുമ്പാകെ താഴ്ത്തി കൊടുക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.